എനിക്കും ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാനൊന്നും കൊള്ളില്ല. അപ്പോൾ മ്യൂസിക് മാത്രമേ അറിയുള്ളൂ. അതിലെന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവിടെ വന്നു. സംഗീതം ചെയ്യാനുള്ള അവസരം തന്നു. ഓസിബച്ച് സാറിനോട് അസോസിയേറ്റായി വർക്ക് ചെയ്തു. മൈ ഡിയർ റോഷൻ ചേട്ടൻ ഇവിടെയുണ്ട്, റോഷൻ ആൻഡ്രൂസ്. അദ്ദേഹമാണ് എന്നെ ഈ ഫീൽഡിലോട്ട് ഫസ്റ്റ് കൈപിടിച്ച് കയറ്റുന്നത് നോട്ട്ബുക്കിലൂടെ. സോ ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ഈ ഓഡിയോ കമ്പനി ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷേ നമ്മൾ പലപ്പോഴും മ്യൂസിക് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇല്ല, ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൊള്ളണം എന്നുള്ളൊരു നിബന്ധന വരുന്നു. പാട്ടുകളെല്ലാം ബഡ്ജറ്റിന് ഉള്ളിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് തീർക്കുന്നു. ആ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ശ്രേയ ഘോഷലിനെയും സുഖീന്ദർ സിംഗിനെയും പോലുള്ള വലിയ വലിയ സിംഗേഴ്സ് മലയാളത്തോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള കഷ്ടങ്ങൾക്കൊരു പരിധി വേണമെന്നൊരു തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഓഡിയോ കമ്പനി ലോഞ്ച് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം മനസ്സിൽ വരുന്നത്. കാര്യം ഇതിനെന്താ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രൊഡ്യൂസേഴ്സ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന റെമ്യൂണറേഷൻ നമ്മൾ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി പൂർണ്ണമായും ചിലവാക്കുകയും അറ്റ് ദ സെയിം ടൈം ഓഡിയോൻ്റെ റൈറ്റ്സ് മാത്രം മ്യൂസിക് ഡയറക്ടറിൻ്റെ കൈവശം വയ്ക്കുകയും പല ഓഡിയോ കമ്പനികൾക്ക് നമുക്ക് ആസ് എ പ്രൊഡ്യൂസർ ഓഡിയോ കമ്പനി ലേബിൾസിനോട് സംസാരിക്കുന്നതിന് പകരം മ്യൂസിക് ഡയറക്ടേഴ്സ് വിൽ ടോക്ക് ഫോർ ദ ഫ്യൂച്ചർ. സോ ഇറ്റ്സ് എ ഫ്യൂച്ചർ പ്ലാൻ. മ്യൂസിക് ഇപ്പോൾ റീസെൻ്റ്ലി മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ അണ്ടർ ഫെഫ്ക അവർ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അജിത് സുകുമാർ ഈസ് ഹിയർ. സോ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ I like to invite our all dear Mamuka to launch my audio label, Gopishundar Music Company. Also, I'd like to invite ഞാൻ ഇന്നോട് നൽകുന്നതിന് എല്ലാത്തിനും കാരണവും സാക്ഷിയും എല്ലാത്തിനും എൻ്റെ കൂടെ എന്താ പറയുക എല്ലാവർക്കും ഉള്ളൊരു ആൾ തന്നെയാണ് അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛൻ സുരേഷ് ബാബു. He's a very sentimental guy. He will start crying now. Please. So ഗോപിസുന്ദറിന്റെ കമ്പനിയുടെ ലോഗോ പ്രകാശിപ്പിക്കുന്നതിനായി മമ്മൂക്കയെ ക്ഷണിക്കുന്നു. മമ്മൂക്ക ലോഗോ ഗോപിച്ചേട്ടന്റെ അച്ഛന് കൈമാറിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. സുരേഷ് ഇപ്പൊ കരയൂ. ഇവിടെ ഒരു പാട്ടാണ് പാടേണ്ടത്. ഞാൻ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ് ഞാനൊരു പാട്ട് പാടിയാണ്. കാരണം ഗോപിയുടെ കൂടെ ആർക്കും പാടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ഒരു പാട്ട് ചിട്ടപ്പെടുത്തിയത്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചില്ല. ഇതൊരു വലിയ അപൂർവ നിമിഷമാണ്. തലമുറകളായിട്ട് സിനിമയിലുള്ള ആൾക്കാരാണ്. ഗോപിയുടെ അങ്കിളാണ് ദേവൻ. എഴുന്നേറ്റ് ആൾക്കാരത് കണ്ടു. പക്ഷെ 3 പേരെ കൂടെ കണ്ട ചേട്ടാനിയന്മാരുണ്ട്. വളരെ സന്തോഷമുണ്ട്. സുരേഷിനെയും ദേവനെയൊക്കെ എനിക്ക് വളരെ കാലം മുമ്പ് അറിയാവുന്ന ആൾക്കാരാണ്. പുതിയ തലമുറ അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് അതിൽ പ്രഗത്ഭരാകുന്നത് കാണുന്നത് പഴയ തലമുറയിൽപ്പെട്ട, പഴയതല്ല ഇപ്പം നിലനിൽക്കുന്ന തലമുറ, അത് വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് നടന്ന മക്കൾ അച്ഛൻ്റെ കയ്യിൽ ഒപ്പം പിടിച്ച് നടക്കുന്ന കാലമാണ്. വളരെ സന്തോഷമുള്ള അച്ഛന്മാരാണ് പൊതുവെ. ഈ സംരംഭം ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ ഒരു വലിയ പരിഹാരം കൂടെയാണ്. ഇപ്പോൾ
ഈ പാട്ടുകളുടെ എല്ലാ അവകാശം ഇതിൻ്റെ സംഗീത സംവിധായകൻ്റെ കയ്യിലേക്ക് മാറുകയാണ്. ഇപ്പം അതിനെപ്പറ്റി ഒരു വലിയ ചർച്ചയോ ബഹളമോ കേസോ ഒന്നും പ്രൊഡ്യൂസർമാരുമായിട്ട് ഉണ്ടാവില്ല. അതിനൊരു പുതിയ മാറ്റമാണ്, പുതിയൊരു വഴിത്തിരിവാണ്. സംഗീതം നമുക്ക് വലിയ ചെലവില്ലാതെ ആസ്വദിക്കാവുന്ന ഒരു കലാരൂപമാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു പാട്ടെങ്കിലും കേൾക്കാതെ, ഒരു പാട്ടിലേറെയെങ്കിലും കേൾക്കാതെ നമ്മൾ ഉറങ്ങാറില്ല. അപ്പോൾ പാട്ട് നമ്മുടെ ജീവിതത്തിൽ, സംഗീതം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും സംഗീതം ആസ്വദിക്കാനേ വിധിയുള്ളൂ. പക്ഷേ സംഗീതം ഉണ്ടാക്കുന്ന ആളുകൾ ശൂന്യതയിൽ നിന്നാണ് ഈ സംഗീതം മുഴുവൻ ഉണ്ടാവുന്നത്. അതിനൊരു സർഗ പ്രതിഭയുണ്ട്, നൈസർഗികമായ അനുഗ്രഹങ്ങളുണ്ട്. അതൊരുപാട് ഗോപിക്കുണ്ട്. സംഗീതത്തിൻ്റെ താളലയങ്ങളെ പുതുക്കി അവതരിപ്പിക്കാനും പുതിയ ശബ്ദങ്ങളുണ്ടാക്കാനും, പക്ഷേ അതൊട്ടും അരോചകമല്ലാതെ അവതരിപ്പിക്കാനും ഗോപിക്ക് സാധിക്കുന്നു. ഇനി അങ്ങനെ ആവട്ടെ. മലയാളത്തിൻ്റെ സംഗീതത്തിൻ്റെ വലിയ ശാഖ ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തുടർന്ന് കൊണ്ടുപോകാനും നിലനിർത്താനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗോപി സുന്ദറുമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അധികം വൈകാതെ തന്നെ അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 9 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യ സിനിമ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെന്നൈയിൽ നടക്കുന്ന സമയം, അതിൻ്റെ ക്ലൈമാക്സ് ഔസേപ്പച്ചൻ സാർ ചെയ്തു. അതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതായിരുന്നു ഗോപി. എൻ്റെ ക്ലൈമാക്സിൽ ഐഡൻ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഔസേപ്പച്ചൻ സാർ ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് കേട്ടിട്ട് എൻ്റെ മുഖത്ത് നോക്കിയൊരു ആക്ഷൻ കാണിച്ചു. അത് ചെയ്തത് ഗോപിയായിരുന്നു. അത് തിരിച്ച് ഞാൻ എൻ്റെ ചെവിട്ടിൽ വെച്ച് മോണിറ്ററിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തു, അടുത്തൊരു സിനിമ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൽ ഗോപി ഉണ്ടാവും എന്ന്. ഒരുപക്ഷെ ആ സിനിമ എന്താവുമെന്ന് എല്ലാ സംവിധായകൻ്റെ പോലെ, ഒരു പുതുമുഖ സംവിധായകൻ്റെ പോലെ ഒരുപാട് ആശങ്കകളുമായി ഞാൻ ആ സ്റ്റുഡിയോയുടെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഗോപി പറഞ്ഞു, ഈ സിനിമ നന്നാവും, ഈ സിനിമ രക്ഷപ്പെടും. ഇന്നും ഈ 9 വർഷത്തിനിടയിലും ഞാൻ ചെയ്ത 6 സിനിമകൾക്കും കൂടെ ഗോപി എന്നോടൊപ്പം ഉണ്ട്. അന്ന് ഗോപിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മകൻ്റെ പേര് ഒരു തിരശ്ശീലയിൽ എഴുതി കാണാൻ കൊതിക്കുന്ന ഒരാളാണെന്ന്. ഇന്ന് ഈ ഒരു നിമിഷം, ഇന്നത്തെ ഒരു ദിവസത്തിൽ അച്ഛന് ഒരുപാട് സ്വപ്നങ്ങൾ, മകനെ പറ്റി എഴുതിയ ഒരുപാട് സ്വപ്നങ്ങൾക്ക് മറുപടിയായി ഇങ്ങനെയുള്ളൊരു സംരംഭത്തിന് സാക്ഷിയാൻ നമ്മൾക്കെല്ലാവർക്കും സാധിച്ചു. ഗോപിയുടെ എല്ലാ സംരംഭത്തിനും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഗോപിയുടെ പിക്ചറിൽ ആദ്യമായിട്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ പാടുന്നത്. ഗോപി നേരത്തെ പരിചയമുണ്ട്, റെക്കോർഡിസ്റ്റായിട്ടും. എന്താണ് പാട്ടിനെ കുറിച്ച് പല്ലവി പാടി കഴിഞ്ഞപ്പോൾ ഒന്നും പറയുന്നില്ല. എന്താ മിണ്ടാത്ത പറഞ്ഞു, ചേട്ടാ ഈ പാട്ട് 100 അല്ല 110% ഓക്കെ ആയിരുന്നു. വളരെ സന്തോഷമായി. പിന്നെ ഞാൻ ഓരോ പല്ലവിയും എല്ലാം ഓപ്ഷൻ പാടിക്കൊടുത്തു. നല്ല പാട്ടാണ്, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. അതെനിക്ക് വലിയ എൻ്റെ ഭാഗ്യം മാത്രമല്ല, ഗോപിയുടെയും ഭാഗ്യമാണ്. പിന്നെ വാണിജ്യാണ് കൂടെ പാടിയത്. എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഒരു നല്ല പാട്ട് ഈ അടുത്ത കാലത്ത് കിട്ടിയത് ഗോപിയുടെ പാട്ടാണ്. ഗോപിയെ അഭിനന്ദിക്കുന്നു. ഗോപിയുടെ ഈ സംരംഭത്തിന് എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോപിയും ഞാനും ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വർഷങ്ങൾ മുമ്പേ ഞാനും ഗോപിയും ഒരേ ട്രാക്കിൽ കൂടെ സഞ്ചരിച്ച 2 പ്രോഗ്രാമേഴ്സാണ്. കുറേ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരിലും വളരെ സിമിലർ ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഗോപിനെ അല്ലാതെ അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യകാലത്ത് പടങ്ങളെല്ലാം ഗോപിയുടെ അച്ഛൻ്റെ സ്റ്റുഡിയോ സൗണ്ട് ഓഫ് മ്യൂസിക് അവിടെയാണ് ചെയ്തിരുന്നത്. അപ്പം സുരേഷ് അങ്കിളിനെ അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, അന്ന് ഗോപിനെയും കണ്ടിട്ടുണ്ട്. എനിക്ക് വന്ന് റോഷൻ പറഞ്ഞ ഉദയനാണ് താരത്തിൻ്റെ റീ റെക്കോർഡിങ് അതേ സ്റ്റുഡിയോ തന്നെയായിരുന്നു. അതിൻ്റെ പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഏതാണ്ട് ഒരേ സ്ഥലത്തായിരുന്നു. അപ്പം അവിടുന്ന് ക്യാരി ഓൺ ചെയ്യുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഇവിടം വരെ എത്തി. പല കാര്യങ്ങളും
വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഗോപി റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ് ഒരു മ്യൂസിക് ഡയറക്ടറിനൊരു കമ്പനി തുടങ്ങുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വശങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഗോപി പറഞ്ഞതുപോലെ ഒരു പാട്ട് ചെയ്ത് അത് ശ്രദ്ധിക്കപ്പെടാതെ വരുന്നൊരു നിമിഷം ഉണ്ടാവില്ല. കാരണം അത് റിഗ്രറ്റ് ഒരിക്കലും ചെയ്യില്ല. ആ പടത്തിന് എന്തെങ്കിലും കാരണവശാൽ വർക്കായിട്ടില്ലെങ്കിലും ലൈഫ് ലോങ് ആ പാട്ടിന് റൈറ്റ്സ് ആ കമ്പോസറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പം അതെന്നും അങ്ങനെ ഒരു പാട്ട് ചെയ്തതിൽ ദുഃഖിക്കേണ്ടി വരാത്തൊരു സിറ്റുവേഷനിലേക്ക് സ്വയം കൊണ്ടുപോകാനുള്ളൊരു സ്റ്റെപ്പാണിത്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഗോപി ഈ ഒരു എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കമ്പനി ഗോപിയുടെ പാട്ട് മാത്രമാണോ ചെയ്യുന്നത്? അല്ല വേറെ എൻ്റെ പാട്ടൊക്കെ എടുക്കുമല്ലോ അല്ലേ? ഓക്കെ. അല്ല അപ്പം എന്തായാലും ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരു നല്ലൊരു എന്താ പറയണ്ട ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തത്. പിന്നെ ഗോപിയുടെ ഒരു പടം ചെയ്യുന്ന ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു കമ്പനി വേറൊരു പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ വേറൊരു റെക്കോർഡ് കമ്പനീനെ മത്സരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം എല്ലാ ആഴ്ചയും 4 പടങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 3 പടം ഗോപി സുന്ദർ തന്നെയാണ്. അപ്പം ആർക്കും പടം കിട്ടാത്തൊരവസ്ഥ എന്തായാലും വരില്ല എന്ന് ഉറപ്പാണ്. അതിലെ കൂട്ടത്തിൽ ചില പടങ്ങൾ ഗോപി സുന്ദർ ചെയ്യും. ഗോപി എൻ്റെ അടുത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തായി തീരുന്ന അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ ഗോപിയുടെ അടുത്ത് പറഞ്ഞു, നത്തിങ് ടു വറി, കാരണം യു ആർ നോട്ട് കമ്പീറ്റിംഗ് വിത്ത് എനി റെക്കോർഡ് കമ്പനി, ഇറ്റ്സ് ജസ്റ്റ് ഫോർ യുവർ ഓൺ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് വൺസ് അഗെയിൻ wishing my dear friend Gopi a very what do I say, a fantastic venture with your audio company. God bless you.